അല്ല കൂട്ടുകാർ, ഒരു ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. 1 സ്പൂൺ വാനില എസൻസ് ബീറ്റർ വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തു. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തു. 2 സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്, അതും കൂടെ ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തു. അപ്പം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒരു പരിവായി കഴിയുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. മൈദാപ്പൊടി 1 കപ്പ്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ അരിപ്പയിലിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. ഈ പൊടി നമ്മൾ കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരു സ്പാച്ചുല വെച്ചാണ് ഞാൻ ഇളക്കിയിരിക്കുന്നത്. അത് നല്ലപോലെ പൊടിയൊക്കെ നല്ല ലയിപ്പിച്ച് നല്ല ഇതായിട്ട് എടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഇത് ലിക്വിഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ പൊടിയെല്ലാം കട്ടാതെ നല്ലപോലെ ആക്കിയെടുക്കണം. ബാറ്റർ ഒരു റിബൺ പരുവത്തിനായി കിട്ടണം. അതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു ബേക്കിംഗ് ട്രേ ഉണ്ട്, അതിലേക്ക് എണ്ണമയം പുരട്ടി കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഈ ബാറ്റർ ഒഴിക്കണം. ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടീ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ മേലെ ഇത്തിരി കാഷ്നട്ടും ബദാമും പൊടിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വൈകുന്നേരം ചായയുടെ ഒക്കെ ഉപയോഗിക്കാം. ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കേ.